ഹലോ ഗൈസ്, നമ്മൾ വെറുതെ ടാങ്ക് എടുക്കാൻ വന്നപ്പോഴാണ് ആ കാഴ്ച കണ്ട് നമ്മൾ ഞെട്ടിയത്. വേറൊന്നുമില്ല, നമ്മളെ ടാങ്ക് മുഴുവൻ എടുക്കുകയാണ്. നമ്മൾ കുറച്ച് നല്ല വെള്ളം പിടിച്ച് വെച്ചിട്ട് ബാക്കിയുള്ള വെള്ളം മുഴുവൻ വറ്റിക്കാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ പിടിച്ച് ഇത് ഫുള്ള് വറ്റിക്കാം. കൂട്ടത്തിൽ ഏറ്റവും ചെറിയൊരു തിലോപ്പിനെ നമ്മൾ പിടിച്ചിട്ട് ഫസ്റ്റ് തന്നെ. പിന്നെ നമ്മൾ ഓരോന്നിനും ഫുള്ളും പിടിച്ചു മാറ്റിനടുക്കാണ് നമ്മൾ കാര്യം കണ്ടത്, ചെറിയൊരു തിലോപ്പി കുട്ടിനെ. ഇതെങ്ങനെയാണ് ഇത് വന്നതെന്ന് മനസ്സിലാവുകയില്ല. കാരണം ബ്രീഡ് ആവാനുള്ള സൈസ് ഒന്നും തിലോപ്പി ആയില്ല. അത് മാത്രമല്ല, ബ്രീഡ് ആവുകയാണെങ്കിൽ ഏകദേശം ഒരു 10-15 കുഞ്ഞുങ്ങളെങ്കിലും ഉണ്ടാവും. ആകെ ഒന്നും മാത്രമേ ബ്രീഡ് ആവണം ആദ്യമായിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളെ സ്പോട്ടഡ് കാറ്റ് ഫിഷിന്റെ ടാങ്ക് എടുത്തേക്കാണ് അവർ രണ്ടാളും പിടിച്ച് മാറ്റിയിട്ടുണ്ട്. നമ്മൾ നന്നായി തേച്ചടിച്ച് കഴുകുകയാണ്. ചീത്ത വെള്ളം എന്തായാലും കോരിക്കളയാൻ പറ്റില്ല, കാരണം നമ്മൾ ഫുള്ള് ചെരിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല വൃത്തിയായി. നമ്മൾ വെള്ളം പിടിച്ചിട്ട് നേരെ മീനെ റിലീസ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ പുലിവാഹനം നമ്മൾ ഏറ്റവും ചെറുതിനൊക്കെ പിടിച്ച് വെള്ളം നിറച്ചപ്പോൾ അവർ ഫുള്ള് ആക്റ്റീവാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുലിവാഹ ടാങ്ക് ഫുള്ളും വെള്ളം വറ്റിക്കാണ്. കോരിയിട്ട് വെള്ളം കഴിയാത്ത തന്നെ നമ്മൾ നേരെ ചെരിച്ച് വെള്ളം കളയാണ്. അതിനിടയ്ക്കാണ് നമ്മൾ വലിയ പുലിവാഹ ചാടി പോണേ. കുറേ പിടിക്കാൻ ലാസ്റ്റ് ഒരു വിധത്തിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക്. പുലിവാഹ ആൾ നല്ല ആക്റ്റീവാണ്. നമ്മളുള്ള ചെറിയ പുലിവാഹനെക്കാട്ടി ചെറുതാവും വാങ്ങിയാണ്. എൻ്റെ പഴയ വീഡിയോ കണ്ടുള്ളവർക്ക് മനസ്സിലാവും. ഇപ്പം നമ്മളെന്തായാലും വെള്ളം നിറച്ചിട്ട് നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. നമ്മളെ വലിയ പുലിവാട പോയത് അത്യാവശ്യം പ്രിന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ തിലോപ്പിയും ഗൗരിയും ഷാർക്കും എടുക്കുന്ന ടാങ്കൊക്കെ ക്ലീനാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി വീഡിയോ കാണണമെങ്കിൽ അതിൻ്റെ പേജ് കയറി കണ്ടോ. അപ്പോൾ ഓക്കെ, ബൈ.